ഹലോ, ഇന്ന് ഞങ്ങളുടെ ഒരു ചെറിയൊരു യാത്രാ വ്ളോഗാണ്. അത് കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒന്ന് ഇങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വന്നപ്പോൾ തിരിച്ച് നമ്മളിങ്ങനെ ചാവക്കാട് വഴി വന്ന് ചാവക്കാട് ബീച്ചിലൊന്ന് കയറാം എന്നുള്ളൊരിതിൽ നമ്മളൊന്ന് ഇങ്ങനെ ട്രാവലിങ്ങിൽ എന്തായാലും ഇങ്ങനെ ഡിസൈഡ് ചെയ്തു ചാവക്കാട് ബീച്ചിലൊന്ന് പോകാമെന്ന്. അപ്പം എന്തായാലും അങ്ങോട്ടുള്ളൊരു യാത്രയിലാണിത്. ഞാൻ ഇതുവരെ ആ ചാവക്കാട് ബീച്ച് കണ്ടിട്ടില്ല. അപ്പോൾ പിള്ളേരും ഒത്തൊരു ദിവസം ഇങ്ങനെ ഒന്ന് ഇറങ്ങിയതാണ്. അപ്പം ഭയങ്കര രസമാണ്. റോഡിലൂടെ കുറേ നീളത്തോളം നമുക്ക് ഈ ഒരു ബീച്ച് ഇങ്ങനെ കണ്ടുകൊണ്ട് പോവാം. ഒരുപാട് എന്താ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. അസ്തമയമൊക്കെ കണ്ട് എന്താ നമുക്ക് കുറച്ച് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആവും. ജലദോഷം പിടിച്ചിട്ടുണ്ട്, ചെറിയ സൗണ്ടിന് വ്യത്യാസം ഉണ്ടാവും. അപ്പം ഇങ്ങനെ എന്താ പറയുക, അവിടെ ഇറങ്ങിയാൽ ഇതേപോലെ ഈ തിരയുടെ ഒരു ശക്തി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ കല്ലുകൾ, ഇങ്ങനെ ഉരുളം കല്ലുകൾ അവിടെ ഇട്ടിട്ടുണ്ട്. ഉരുളം കല്ലുകൾ ഇങ്ങനെ ഇട്ടത് തിരയടിയുടെ ഒരു ശക്തി കുറയ്ക്കാനാണെന്ന് ഇക്ക പറഞ്ഞു. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര രസമാണ് അവിടെ പിള്ളേരെയും കൊണ്ട് പോയിരിക്കാനും ഈ തിരയടിയും ഒക്കെ ഒന്ന് കാണാനും ഒക്കെ നല്ല ഭയങ്കര വൈബുള്ളൊരു സ്ഥലമാണ്. നിങ്ങളും ഫ്രണ്ട്സിനായിട്ടൊക്കെ ഈ ഒരു ബീച്ചിൽ പോകണം. ഈ കല്ലിലൊക്കെ കയറുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. എങ്ങാനും തട്ടിയടിച്ച് വീണ കയ്യും കാലും തലയൊക്കെ പോകും. അപ്പോൾ വളരെ സൂക്ഷിച്ചാണ് പിള്ളേരെ കയറ്റിയത്. പിന്നെ കുറച്ച് പരന്ന കല്ലുകളായതുകൊണ്ട് കുഴപ്പമില്ല, ഭയങ്കര വൈബാണ്. നമ്മൾ എന്താ പറയുക, നല്ല അടിപൊളിയായിട്ട് അവിടെ ഇരുന്ന് നമുക്ക് എന്താ പറയുക അത് ആസ്വദിക്കാൻ പറ്റും. ആ ഒരു തിരയടിയുടെ ആ ഒരു ശബ്ദവും പിന്നെ ഭയങ്കര തിരമാലകൾ ഇങ്ങനെ അടിച്ചിട്ട് ചില സമയത്തൊക്കെ അറിയാം ഇങ്ങനെ വെള്ളം ഇങ്ങനെ പൊന്തി ഇങ്ങനെ മുകളിലോട്ട് വരുമെന്ന്, അത്രയ്ക്ക് ഭയങ്കര ശക്തിയായിട്ട് അടിക്കുന്ന സമയങ്ങളുണ്ടാവാറുണ്ടെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ബീച്ചിൽ എന്തായാലും നിങ്ങൾ വരണം. ചാവക്കാട് ബീച്ചാണിത്. എന്തായാലും നിങ്ങൾ ഇവിടെ നിന്ന് വരണം. ഞങ്ങൾ ഉമ്മാനെയും കൂട്ടിയിട്ടാണ് വന്നത്. ഉമ്മാക്ക് ഇതിൻ്റെ മേലെ കയറാൻ പറ്റാത്തതുകൊണ്ട് ഉമ്മ അവിടെ ആ കരയിൽ ആ താഴെ ഇങ്ങനെ ഇരുന്നു. നമ്മളിങ്ങനെ രണ്ടുപേരും കൂടെ പിള്ളേരെയും കൊണ്ട് മേലെ കയറി ഈ കടലൊക്കെ ഒന്ന് ആസ്വദിച്ച് ഫോട്ടോയും സെൽഫിയൊക്കെ എടുത്ത് നമ്മളുടെ ആ ദിവസം അങ്ങനെ പോയി. കാരണം എല്ലാവരും ഈ ബീച്ചിൽ എന്തായാലും വരണം. ഒരുപാട് ഫാമിലീസൊക്കെ അവിടെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും പോകാൻ ആഗ്രഹമുള്ളൊരു സ്ഥലമാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും.